ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, ഇതിന്റെ കണ്ടന്റ്സ് എന്താണ്, ഇതൊക്കെ നോക്കാം. പാർട്ണർഷിപ്പ് ഡീഡ് അഥവാ പങ്കാളിത്ത ഉടമ്പടി. പാർട്ണർഷിപ്പ് comes into existence as a result of agreement among the partners. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ണർഷിപ്പ് അഥവാ പങ്കാളിത്തം നിലവിൽ വരുന്നത്. The agreement can be either oral or written. ഈ കരാർ വാക്കാലുള്ളതോ എഴുതിയതോ ആകാം. The Partnership Act does not require that the agreement must be in writing. പങ്കാളിത്ത നിയമം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് കരാർ എഴുതപ്പെട്ടത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. But wherever it is in writing, the document which contains terms of the agreement is called partnership deed. എന്നാൽ ഇത് എഴുതപ്പെട്ടതാണെങ്കിൽ കരാറിന്റെ നിബന്ധനകൾ അടങ്ങിയ ഈ രേഖയെ പങ്കാളിത്ത ഉടമ്പടി അഥവാ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നു. ബിസിനസിന്റെ ലക്ഷ്യം ഓരോ പങ്കാളിയുടെയും മൂലധനം, ലാഭനഷ്ട അനുപാതം, മൂലധന പലിശയ്ക്കും വായ്പാ പലിശയ്ക്കും പങ്കാളികൾക്കുള്ള അർഹത മുതലായവ ഉടമ്പടിയിൽ ഉൾപ്പെടുത്താറുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ നിബന്ധനകൾ എല്ലാ പങ്കാളികളുടെയും സമ്മതത്തോടെ മാറ്റാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The clauses of partnership deed can be altered with the consent of all the partners. പാർട്ണർഷിപ്പ് ഡീഡിലെ നിബന്ധനകൾ എന്തെങ്കിലും മാറ്റണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെയും സമ്മതം ആവശ്യമാണ്. സ്റ്റാമ്പ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ ഉടമ്പടി ശരിയായി തയ്യാറാക്കുകയും സ്ഥാപന രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുകയും വേണം. അപ്പൊ ഈ പാർട്ണർഷിപ്പ് ഡീഡ് സ്റ്റാമ്പ് ആക്ടിലെ നിയമ വ്യവസ്ഥകൾ അനുസരിച്ചാണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ അടുത്ത് ഇത് രജിസ്റ്റർ ചെയ്യുകയും വേണം. ഇനി എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് എന്ന് നോക്കാം. കണ്ടന്റ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ്. The partnership deed usually contains the following details. പങ്കാളിത്ത കരാറ് സാധാരണയായി താഴെ പറയുന്ന വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു. First, names and addresses of the firm and its main business. സ്ഥാപനത്തിന്റെ പേരും വിലാസവും അതിന്റെ പ്രധാന ബിസിനസ്സും. Next, names and addresses of all partners. പങ്കാളികളുടെ പേരും മേൽവിലാസവും. Next, amount of capital to be contributed by each partner. ഓരോ പങ്കാളിയും കൊണ്ടുവരുന്ന മൂലധന തുക. Next, the accounting period of the firm. സ്ഥാപനത്തിന്റെ കണക്കെടുപ്പ് കാലയളവ്. The date of commencement of partnership. പങ്കാളിത്ത സ്ഥാപനം ആരംഭിച്ച ദിവസം. കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിച്ചത്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, പങ്കാളിത്ത സ്ഥാപനം ആരംഭിച്ച ഡേറ്റ് ഏതാണ്? റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച നിബന്ധനകൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ലാഭം നഷ്ടം ഇതൊക്കെ പങ്കുവെക്കുന്ന അനുപാതം അല്ലെങ്കിൽ റേഷ്യോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ് എക്സെട്ര. മൂലധനം, വായ്പ, അതുപോലെ ഡ്രോയിങ്സ് അഥവാ തൻപറ്റ് മുതലായവയുടെ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? നെക്സ്റ്റ്, മോഡ് ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റ്മെന്റ് ഇഫ് എനി. ഓഡിറ്ററുടെ നിയമന രീതി. സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ണർ. പങ്കാളികൾക്ക് ശമ്പളം, കമ്മീഷൻ മുതലായവ നൽകുന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ. The rights, duties and liabilities of each partners. ഓരോ പാർട്ട്നേഴ്സിന്റെയും അവകാശങ്ങളും കടമകളും ബാധ്യതകളും. Treatment of loss arising out of insolvency of one or more partners. ഒന്നോ അതിലധികമോ ആളുകൾ പാപ്പരാകുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം ക്രമീകരിക്കുന്ന വിധം. Settlement of accounts on dissolution of firm. സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ സംബന്ധിച്ച അക്കൗണ്ടുകളുടെ തീർപ്പാക്കൽ. Method of settlement of disputes among the partners. പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ. Rules to be followed in case of admission, retirement, death of a partner. പങ്കാളിയുടെ പ്രവേശനം, വിരമിക്കൽ, മരണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട നിബന്ധനകൾ. കൂടാതെ any other matter relating to the conduct of the business. ബിസിനസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. Normally, the partnership deed covers all matters affecting relationship of partners amongst themselves. However, if there is no express agreement on certain matters,
the provisions of the Indian Partnership Act 1932 shall apply. സാധാരണയായി പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയില്ലെങ്കിൽ 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കും. ഇവയൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ പ്രധാന കണ്ടന്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ പ്രസന്റേഷനും കൂടി നോക്കാം. പാർട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നും അറിയപ്പെടും കേട്ടോ. ദാ ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു പാർട്ണർഷിപ്പ് ഡീഡിന്റെ മാതൃകയാണ്. പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ എഗ്രിമെന്റ് വിച്ച് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. പാർട്ണർഷിപ്പ് രൂപീകരിക്കപ്പെടുന്നത് കരാർ മൂലമാണെന്നറിയാം. ആ കരാർ എന്ന് പറയുന്നത് ഓറൽ ആകാം അല്ലെങ്കിൽ റിട്ടൺ ആകാം. അതായത് വാക്കാലുള്ള കരാറിലോ എഴുതി തയ്യാറാക്കപ്പെട്ട കരാറിലോ ആണ് പാർട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ദി എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് ടു അവോയ്ഡ് എനി ഡിസ്പ്യൂട്ട്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഈ എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. The document containing the agreement in writing among the partners is called partnership deed. ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ കരാറിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്താണ്? ഫസ്റ്റ്, നെയിം ഓഫ് ദി ഫേം. പാർട്ണർഷിപ്പ് ഡീഡില് ആ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ പേരുണ്ടായിരിക്കും അല്ലെ. ഇവിടെ കണ്ടില്ലേ ABC അസോസിയേറ്റ്സ്. ഇതുപോലെ ആ ഫേമിന്റെ പേരെന്താണ്? ആ പേര് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരുകളും അവരുടെ അഡ്രസ്സസും ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. തേർഡ്, നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്, അതുപോലെ ഏത് നേച്ചറിലുള്ള ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്, ഇതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്ന ഡേറ്റ് എന്നാണ്. കമൻസ് ചെയ്യുക മീൻസ് ആരംഭിക്കുന്നത്. ഏത് ഡേറ്റിലാണ് ഈ പങ്കാളിത്ത ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇഫ് എനി. ഈ പാർട്ണർഷിപ്പിന്റെ കാലാവധി ഇത്ര വർഷത്തേക്കിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലാവധി എത്രയാണെന്ന് അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 5 ഇയറിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 ഇയറിന്. അങ്ങനെ ഡ്യൂറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡ്യൂറേഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള മൂലധനം, ഓരോ പാർട്ട്ണറും എത്ര രൂപയാണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണർക്കും വിഡ്രോൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന്റെ ലിമിറ്റ്. നെക്സ്റ്റ്, ദ റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ഈ ഫേമിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള റൂൾസ്. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്. ലാഭവും നഷ്ടവും പങ്കിടുന്ന അനുപാതം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് ഇഫ് എനി. മൂലധനത്തിന്, അതായത് ക്യാപിറ്റലിനും അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനും അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് അതിൻ്റെ അകത്ത് പറയണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം. ഈ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഫേമിന് ലോൺ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറി, കമ്മീഷൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ വർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ്. 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ പർച്ചേസ് മാനേജർ ആയിട്ടായിരിക്കും, മറ്റൊരാൾ പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും, ഒരാൾ സെയിൽസ് മാനേജർ ആയിരിക്കും. അങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അതിൽ കാണിച്ചിട്ടുണ്ടാകണം. അസർട്ടൈൻമെന്റ് ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ സൽപ്പേര്, അതിന്റെ വാല്യൂ നിശ്ചയിക്കുന്ന രീതികളൊക്കെ. അതായത് കുറെ നാൾ റൺ ചെയ്ത് കഴിയുമ്പോൾ ആ സ്ഥാപനത്തിന് ഗുഡ്വിൽ ഉണ്ടാവും. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഡെത്ത്, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഗുഡ്വില്ലിന്റെ വാല്യൂ അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെത്തേഡൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകും. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, കണക്കുകൾ സെറ്റിൽ ചെയ്യുന്ന മെത്തേഡ് ഇൻ ദ ഇവന്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഇതിന്റെ കണക്കുകളൊക്കെ എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. എന്താ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ
അടച്ചുപൂട്ടുന്ന സമയം അല്ലെ, അതായത് ഫേം ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അടച്ചുപൂട്ടുന്ന സമയത്ത് അതിന്റെ കണക്കുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. അപ്പം അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകണം. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി മെയിൻ്റെനൻസ് ആൻഡ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇവരുടെ അക്കൗണ്ട്സിന്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാകും. നെക്സ്റ്റ്, പ്രൊവിഷൻസ് ഫോർ ആർബിട്രേഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന്റെ പരിഹാരം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പ്രൊവിഷൻസ് റിഗാർഡിംഗ് ബോറോവിങ്സ് ഓഫ് ദി ഫെയിം. ഫെയിമിന്റെ ബോറോവിങ്സ്, കടം എടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻസ്. നെക്സ്റ്റ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ അവകാശങ്ങൾ, അവരുടെ ചുമതലകൾ, അവരുടെ ബാധ്യതകൾ, ഇതൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവയൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ചോദിക്കാം എന്താണ് ഡീഡ്, ഡീഡിന്റെ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. എല്ലാവരും ഭംഗിയായി പഠിച്ചു വെക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.